അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് സുപ്രീം ലീഡർ? ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ചൂട് പിടിച്ച ചർച്ച നടക്കുന്ന വിഷയം. والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات. ചില ആളുകളൊക്കെ ഖുർആനിനെയും അതേപോലെ തന്നെ ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അനാവശ്യമായിരിക്കുന്ന വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇമാമിങ്ങൾ എന്തു പറഞ്ഞു എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് നാം ഇവിടെ ചെയ്യുന്നത്. അതിനു മുമ്പായി ഒരു കാര്യം പറയട്ടെ. സൂര്യനാണോ ചന്ദ്രനാണോ ഏറ്റവും കൂടുതൽ പ്രകാശം തരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയുന്നൊരു ഉത്തരമുണ്ട്, അത് സൂര്യനാണ് എന്നുള്ളത്. എന്നാൽ ആ സൂര്യനും ചന്ദ്രനും ഒരു വ്യക്തിയിൽ അത് രണ്ടിൻ്റെയും പ്രകാശം സമ്മേളിച്ചാൽ എത്രമേൽ പ്രകാശപൂരിതമായിരിക്കും ആ വ്യക്തിത്വത്തിൻ്റെ ഉടമ. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മളൊക്കെ പറയുന്നത് പോലെ അൻത ഷംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ ഫൗഖ നൂർ, അഥവാ പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമായിരിക്കും എന്നതുപോലെ ഈ വിഷയത്തിൽ സുപ്രീം ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ ഈ വിഷയം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അയിമ്മത്തുകൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. മഹാനായ ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഇതേ വിഷയം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യത്തിന് മഹാനവറുകൾ നൽകിയ ഒരു വിശദമായ മറുപടി കാണാം. മഹാനായ സയ്യിദ് അബൂബക്കർ ശിഹാബുദ്ദീനുൽ ഹളറമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ റഷഫത്തുസ്വാദി മിൻ ബഹരി ഫളായിലി ബനി നബിയിൽ ഹാദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി ഈ ചോദ്യവും ഉത്തരവും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ചോദ്യം? വഖദ് സുഇല ഹലി ഷരീഫുൽ ജാഹിലു അമിൽ ആലിമുൽ ആമിലു അഫ്ളൽ. ഒരു വിവരമില്ലാത്ത അറിവില്ലാത്ത ഒരു മഹാനായ സയ്യിദ് അവർകൾ തങ്ങൾ അവരാണോ, അല്ലെങ്കിൽ അപ്പുറത്ത് സയ്യിദൊന്നുമല്ല, തങ്ങളല്ല, പക്ഷെ അയാൾ വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്, അദ്ദേഹമാണോ ഏറ്റവും കൂടുതൽ ബഹുമാനമർഹിക്കുന്നത്, ഏറ്റവും വലിയ ആദരവർഹിക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യത്തിൻ്റെ ആകത്തുക. വ അയ്യുഹുമ അഹഖു ബിത്തൗഖീരി ഇദ്ജ്തമഅ, രണ്ടു പേരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഏറ്റവും കൂടുതൽ ബഹുമാനത്തിന് കടപ്പെട്ടതാരാണ് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മഹാനവറുകളുടെ മറുപടി വിശദമായി കാണാം. വ ഉരീദു തഫ്രീഖ നഹ്വി ഖഹ്വത്തിൻ അലൈഹിമ, ഒരു ഗ്ലാസ് ഒരു കപ്പ് ചായ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ആരെയാണ് ആദ്യം മുന്തിക്കേണ്ടത്? ഒരാൾ അയാളുടെ കൈ ചുംബിക്കാൻ അറാദ ശഖ്സുന്ന തഖ്ബീല, അവരുടെ കൈ ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ ആരെയാണ് ആദ്യം മുന്തിക്കേണ്ടത് എന്നതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്. ഫഅജാബ റളിയല്ലാഹു അൻഹു ബിഖൗലിഹി ഫീ കുല്ലി മിൻഹുമാ ഫളലുൻ അലീമുൻ, രണ്ടു പേർക്കും വലിയ ആദരവുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. കാരണം ഒരാൾ തങ്ങളാണ്, മറ്റേയാൾ തങ്ങളല്ലെങ്കിലും ആലിമാണ്. എന്നിട്ട് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാൻ, അമ്മ ഷരീഫു ഫലിമാ ഫീഹി മിനൽ ബദ്അത്തിൽ കരീമത്തില്ലത്തി ലാ യുആദിലുഹാ ശൈഉൻ. സയ്യിദ് എന്ന് പറയുന്നത്, ഷരീഫ് എന്ന് പറഞ്ഞാൽ സാദാത്യങ്ങൾക്ക് ഉലമാ ഉപയോഗിക്കുന്നൊരു ഭാഷയാണ്. ഷരീഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയാണ്, മുത്തുനബീൻ്റെ മാംസ കഷ്ണമാണ്. അതുകൊണ്ട് തന്നെ ലാ യുആദിലുഹാ ശൈഉൻ, അതിനോട് കടപിടിക്കാൻ മറ്റൊന്നില്ല, ഒരാളുമില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, എന്നാൽ വ അമ്മൽ ആലിമു, എന്നാൽ പണ്ഡിതനായിരിക്കുന്ന ഒരാൾ, അയാളുടെ മഹത്വം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഫലിമാ ഫീഹി മിൻ നഫ്ഇൽ മുസ്ലിമീന വ ഹിദായത്തിൽ ളാലീന ഫഹും ഖുലഫാഉർ റസൂൽ.
പണ്ഡിതനെന്ന് പറയുന്നത് സയ്യിദല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോരയും മാംസവുമല്ലെങ്കിലും അയാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയാണ്. കാരണം അവരുടെ കയ്യാലെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യുമ്പോൾ സന്മാർഗത്തിലേക്ക് വരുന്നു, നല്ല മാർഗത്തിലേക്ക് കടന്നു വരുന്നു. ആകയാൽ അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയാണ്. അപ്പോൾ ഖലീഫയായിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കും വലിയ പദവിയുണ്ട്. എന്നാൽ ഈ രണ്ട് പദവിയും സമ്മേളിച്ചാൽ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാംസകഷ്ണവുമാണ്, മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയായ വലിയ ആലിമുമാണ് എങ്കിൽ അവരുടെ സ്ഥാനമെന്ന് പറയുന്നത് അത് തന്നെയാണ് സുപ്രീം ലീഡർ സ്ഥാനം. ആ സ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 100 വർഷം മുമ്പ് അസ്ഥിവാരമിട്ട മഹാപണ്ഡിതനും ആലിമുമായ മഹാനായ സയ്യിദുമായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെങ്കിൽ 100 വർഷം പിന്നിട്ടപ്പോൾ ആ സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്ന സയ്യിദുൽ ഉലമ അസ്സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആലിമാണ്, അഥവാ മുത്തുനബിയുടെ ഖലീഫയായ പണ്ഡിതനാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാംസകഷ്ണമാണ്, ഹബീബിൻ്റെ ചോരയാണ്. അതുകൊണ്ട് ആ രണ്ട് പദവി ഒരാൾ സമ്മേളിച്ചാൽ അത്രത്തോളം വരില്ല മറ്റൊരാളും. സിയാദത്ത് ഇൽമിനേക്കാളും അഥവാ ഒരു ആലിമിനേക്കാളും വലിയ പദവി മഹാന്മാരായ സാദാത്യങ്ങൾക്കുണ്ട്. എല്ലാം വളരെ ഗൗരവപ്പെട്ടതാണ്. എന്നാൽ സുപ്രീം ലീഡർ ആലിമും സയ്യിദുമായ ഒരാളാണ് എന്ന വിഷയത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഫത്വ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.